കല്യാണമല്ല, അപ്പൊ ഞാനല്ല ഫോക്കസ്. എല്ലാത്തിനും റെഡി, ഒന്നിനും നമുക്ക് കുറയ്ക്കാൻ പാടില്ല, നമ്മൾ മാക്സിമം പൊട്ടൻഷ്യൽ. ഡോക്ടറിനെയൊക്കെ നിർത്തി മോഡലിംഗ് വേണ്ട. The heat is on, raise it up another level when the beat come on. We keep it going, wake up, you sleeping, yo. I'm pulling up to your black type of sneakers on. I mean, 1, 2, 3, 4. 1, 2, 3, 4. All of y'all been warned. Tonight I'm running wild. Running, yeah. Tonight I'm running wild. Jackie, I'm running wild. Running wild. എങ്ങനെയുണ്ട്? ഇതിന് വല്ല ആവശ്യമുണ്ടല്ല, തന്നെ സൂപ്പർ അല്ലേ. For a lifetime I was waiting. I'm so happy, so happy. അഖിലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കോളേജിൽ വെച്ചിട്ടാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് PG ചെയ്തത്. ഞങ്ങൾ അങ്ങനെയാണ് കണ്ടുമുട്ടിയത് ആദ്യമായിട്ട്. ഡയറ്ററി എന്ന് പറയുന്നത് നമ്മൾ ഇതുണ്ട്, ഫുഡ് കഴിക്കാനുള്ള സ്ഥലം. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ അവളെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഷീക്കാൻഡെല്ലാം കൊടുത്തു. പിന്നെ നമ്മൾ പരിചയമായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഇയറിൽ അങ്ങനെ അധികം കാണലൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഞാൻ ജിമ്മിലൊക്കെ പോകുമായിരുന്നു. ആ സമയത്ത് തിരിച്ചു വരുന്ന ഒരു ദിവസം ഇവള് ഇങ്ങനെ കോളേജിൻ്റെ ക്യാമ്പസിനുള്ളിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കണ്ടു, അവിടെ വെച്ച് കണ്ടു, സംസാരിച്ചു. അന്ന് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമുണ്ട് നമുക്ക് ലൈഫ് പാർട്ട്നേഴ്സ് ആവുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കുകയില്ല എന്നൊരു കാര്യമായതുകൊണ്ട് ഞാൻ ടേൺ ഡൗൺ ചെയ്തു. ബിക്കോസ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആള് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 തവണ യെസ് നോ എല്ലാം കഴിഞ്ഞിട്ടാണ് ഓക്കെ ആകുന്നത്. അപ്പം നമ്മൾ വീട്ടുകാരായിട്ട് സംസാരിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് പെണ്ണ് കണ്ടു. സോ ഫൈനലി വി ആർ ഗെറ്റിംഗ് മാരീഡ്. ലൈക്ക് നമ്മൾ ഒത്തിരി കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ദിവസമാണെന്ന് അറ്റ് ലാസ്റ്റ് ഈ ദിവസത്തിലേക്ക് എത്തി. സോ ഐ ഗിവ് മൈ ഫുൾ 100% ഞാൻ തന്നിരിക്കും. അഖിലിനെ എനിക്ക് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ഐ ലവ് ഹിം സോ മച്ച്. എനിക്ക് ലൈക്ക് ഐ എം സോ ഹാപ്പി ടു ബി ഹിസ് വൈഫ്, ടു ബി എ പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. സോ എനിക്ക് ഇതിനെക്കാട്ടിലും ഒരു ഹാപ്പി ആയിട്ടൊരു മൊമെൻ്റ് ഇല്ല. ശരി, ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ 2 വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ ആ ഒരു 2 വയസ്സിൻ്റെ ഡിഫറൻസിനേക്കാൾ കൂടുതൽ എനിക്ക് അവൻ ശരിക്കും ഭയങ്കര ഒരു, എനിക്കറിയില്ല, എന്നേക്കാൾ എന്തോ വലിയൊരു മൂത്തൊരാളെ പോലെയാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ തമ്മിൽ ചെറിയ രീതിയിലുള്ള വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരേ സമയത്ത് ഭയങ്കര സന്തോഷവും ഭയങ്കര സങ്കടവും വരുന്നുണ്ട്. കാരണം ഇത്രയും നാളും എടാ അഖിലേ എന്ന് വിളിച്ച് എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നവൻ ഇന്നിപ്പം വേറൊരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് കടക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരാൾ വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഞങ്ങൾക്ക്. പുതിയ ആളല്ല, ഓൾറെഡി ഞങ്ങളുടെ ടീമിലുള്ള ആൾ തന്നെയായിരുന്നു ദിവ്യ ചേച്ചി. ഒരു നാത്തു എന്നുള്ളതിലുപരി എൻ്റെ ഒരു സ്വന്തം ചേച്ചിയെ പോലെയാണ് ഞാൻ ദിവ്യ ചേച്ചിയെ കാണുന്നത്. ഞങ്ങൾ പരിചയപ്പെട്ട അന്ന് തൊട്ട് ഞങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് വന്നിട്ടേ ഇല്ല. എന്നെ അഖിലെങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ദിവ്യ ചേച്ചി കാണുന്നത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുക, ഞങ്ങൾ തമ്മിൽ ഒരേ വൈബാണ്. എന്ത് പറഞ്ഞാലും ആ ഒരു സെൻസിലെടുക്കും. ഇവയെ ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്, ഇങ്ങനെ ഒരു ബ്രദർ ആണെങ്കിൽ ഒരു സിസ്റ്ററിനെ കിട്ടും. അപ്പം ഇന്ന് വിവാഹിതരാകുന്ന ദിവ്യയ്ക്കും അഖിലിനും എല്ലാവിധ ആശംസകളും നമ്മൾ നേരുന്നു. മെയിൻ തിങ് ഈസ് ഷീസ് ഗുഡ് ലുക്കിംഗ്. ഫസ്റ്റ് തിങ് ഞാൻ ആ കൊച്ചിൻ്റെ പുറകെ നടക്കാനുള്ള കാരണം ഷീ ലുക്ക് സോ ഗുഡ്. അപ്പം എനിക്ക് ആ പുള്ളിക്കാരുടെ ലുക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഫസ്റ്റ് തിങ്സ് അത് വരുന്നത്. പിന്നെയാണ് നമ്മൾ അതൊക്കെ ക്യാരക്ടേഴ്സ് എല്ലാം സംസാരിച്ച് തന്നത്. ക്വാളിറ്റികൾ ഒത്തിരി ഉണ്ട്, എനിക്കില്ലാത്ത എല്ലാ ക്വാളിറ്റിയും ഉണ്ട് അവർക്ക്. അതാണ് മെയിൻ, നമ്മൾ മെയിനായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം അതാണ്. അപ്പം നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അപ്പം നല്ലൊരു കോമ്പയറിങ്, ഷീ ക്യാൻ ഡു എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഗുഡ് ഹാർട്ട്, കൈൻഡ് ഹാർട്ടാണ്. പക്ഷേ കമ്പാനിയൻ ഒരു
എന്താ പറയുക ഒരു ബൂസ്റ്റ് തരും എപ്പോഴും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡൗൺ ആയി കഴിഞ്ഞാൽ ഷീ വിൽ ബൂസ്റ്റ് അസ്. ഒരു അസ് എന്ന് പറയാൻ പറ്റില്ല, ബൂസ്റ്റ് മീ. Okay, so this is definitely a day of celebration. It's a day of great joy, hope, and an everlasting happiness for the years to come. ഒരു ചോദ്യം, ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണല്ലോ ഈ ദിവസം എത്തിയത്. What do you feel? തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി ഫീൽ സർറിയൽ ടു ബി ഓണസ്റ്റ്. ലൈക്ക് നമ്മളെപ്പോഴും കോളേജ് മുതൽ ഒരുമിച്ചുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫിൽ മുഴുവൻ ഒരുമിച്ചാവും എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്.